എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വീണ്ടും ഒരു പുതിയ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ നമ്മുടെ ക്ലാസ് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവേ, എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂൾ കർത്താവെ മുഖേന കർത്താവെ വചനം പഠിക്കുവാൻ ഞങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നല്ലോ. ഈ വീഡിയോയിലൂടെ കർത്താവെ ഈ ക്ലാസ് കാണുന്ന, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കണം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സോ എല്ലാവരും ഒരിക്കൽ കൂടി എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച ഭാഗം ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്? അതെ, ബൈബിളിനെ പറ്റിയായിരുന്നു അല്ലേ? ബൈബിൾ എന്ന ആ ഒരു വിഷയമായിരുന്നു നമ്മൾ പഠിച്ചത്. ബൈബിൾ എങ്ങനെ നമ്മുടെ കാര്യങ്ങളിൽ ഇന്ന് ആയിരിക്കുന്ന നിലയിൽ എത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ചുരുക്കത്തിൽ ആ കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളത് കണ്ടു, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഉൽപ്പത്തി അഥവാ ജെനസിസ് എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ബൈബിളിനെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു: പഴയ നിയമവും പുതിയ നിയമവും. അപ്പോൾ പഴയ നിയമത്തിലെ ഒന്നാമത്തെ ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം അഥവാ ബുക്ക് ഓഫ് ജെനസിസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ജെനസിസിനെ പറ്റിയാണ്, ഉൽപ്പത്തിയെ പറ്റിയാണ്. അപ്പോൾ എത്ര കൂട്ടുകാർക്കറിയാം ഉൽപ്പത്തിയെ പറ്റി? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം? ഒത്തിരി കാര്യങ്ങൾ അറിയാം അല്ലേ? നമ്മൾ ആദ്യ നാളിൽ സൺഡേ സ്കൂൾ, ചെറിയ ക്ലാസ്സുകളിൽ സൺഡേ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടല്ലേ? അപ്പോൾ ആ ഒരു വാക്യം മുതൽ ഇങ്ങനെ എന്താണ് ഒത്തിരി കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ, ഉൽപ്പത്തി പുസ്തകം എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വേഗത്തിൽ അത് നോക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി എന്ന ആ ഒരു നാമം, ആ ഒരു പേര്, അതിൻ്റെ മീനിങ് എന്താണെന്നറിയാമോ? മീനിങ് എന്ന് പറയുന്നത് ബിഗിനിങ് അല്ലെങ്കിൽ ആദിയിൽ, ആരംഭങ്ങളുടെ വിവരണം എന്നൊക്കെയാണ്, ആരംഭം എന്നൊക്കെയാണ് ഉൽപ്പത്തി എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ചെറിയതായി പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭങ്ങളുടെ വിവരണം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. എബ്രായ ഭാഷയിൽ ബെറെഷിത്ത് എന്ന പേര് വരുന്നു. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആദിയിൽ എന്നുള്ളതാണ്. എബ്രായ ഭാഷയിൽ ബെറെഷിത്ത് എന്ന പേരിൻ്റെ അർത്ഥം വരുന്നത്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകമാണ് പഞ്ചഗ്രന്ഥങ്ങളിലെ ഏറ്റവും ആദ്യ പുസ്തകം. 5 പുസ്തകങ്ങളാണ് പഞ്ചഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്നത്. മോശയാൽ എഴുതപ്പെട്ട പുസ്തകമാണെന്ന് നിങ്ങൾക്കിതിനാൽ മനസ്സിലായി കഴിഞ്ഞു. 5 പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ആദ്യത്തെ 5 പുസ്തകങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം അല്ലേ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം അല്ലേ? ഈ 5 പുസ്തകങ്ങൾ, അതിനെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് പറയുന്നത്. ആ പഞ്ചഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ, മോശയാൽ രചിക്കപ്പെട്ട പഞ്ചഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എല്ലാ ആരംഭങ്ങളെയും ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാന്നുള്ള ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആരാണ്? മോശയാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകം മോശ എഴുതിയിരിക്കുന്നു. എന്നാൽ ഇത് ആർക്ക് വേണ്ടി എഴുതി എന്നുള്ളത് ഒരു ചോദ്യമാണല്ലേ? ഇത് ആർക്ക് വേണ്ടി എഴുതിയേ? ഇത് എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി എഴുതിയ സ്പെസിഫിക് ബുക്കായിരുന്നു.
അപ്പോൾ തന്നെ ഇതിൻ്റെ കാലഘട്ടം, ഏത് കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയതെന്നറിയാമോ? ഈ പുസ്തകം എഴുതിയത് BC 1480 1410 കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഈ പുസ്തകത്തെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ മെയിൻ വാക്യങ്ങൾ ഉണ്ട്. മെയിൻ വാക്യങ്ങൾ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. അത് നിങ്ങൾ വേഗത്തിൽ, ബൈബിളുള്ളവർ വേഗത്തിൽ തുറന്നൊന്ന് വായിക്കണം. 1-ാം അധ്യായം 27-ാം വാക്യം. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നോക്കി വായിക്കുമ്പോൾ മനസ്സിലാകും. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? യെസ്, നിങ്ങൾ വായിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ, അതും ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്യമെന്ന് അറിയപ്പെടുന്നു. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ പറ്റുന്ന പ്രധാന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പ്രധാന വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും പരിചയമുള്ള 2 പേരുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? ആദാമും ഹവ്വയുമാണ്. ഹാബേലുണ്ട്, ഹാനോക്കുണ്ട്, നോഹ ഉണ്ട്, അബ്രഹാമുണ്ട്, സാറ, ഇസഹാക്ക്, റിബേക്ക, യാക്കോബ്, യോസേഫ് എന്നിങ്ങനെ വ്യക്തികൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ആരംഭം മുതൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ഇത്രയും പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറി മാറി കാണുവാനായിട്ട് കഴിയും. 50 അധ്യായങ്ങൾ അടങ്ങിയതാണ് ഉൽപ്പത്തി പുസ്തകങ്ങൾ. ഓക്കെ, ഉൽപ്പത്തിയുടെ വിഭജനത്തെ പറ്റി നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഉൽപ്പത്തി പുസ്തകത്തെ വിഭജിക്കുന്ന രീതി, അതായത് വിഭജിച്ചിരിക്കുന്ന ഏത് രീതിയിലാണെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ആവശ്യമുള്ളതാണ്. വിഷയവിഭജനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. മൊത്തത്തിൽ ഇത് ഞാൻ പറഞ്ഞതുപോലെ 50 അധ്യായങ്ങളാണ്. 50 അധ്യായങ്ങളെ 2ആയി ആദ്യം തരംതിരിച്ചിരിക്കുന്നു. ആരംഭം എന്ന് പറഞ്ഞ തലക്കുറിയിൽ 1-ാം അധ്യായം 1-ന്റെ 11-ാം അധ്യായം 32 വരെയുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം 32 വരെയുള്ള വാക്യങ്ങളിൽ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ സൃഷ്ടിപ്പ്, പരീക്ഷയും വീഴ്ചയും, 2 സഹോദരന്മാരെ പറ്റി പറയുന്നു, ഷേത്തും തലമുറകളെയും പറ്റി പറയുന്നു, പാപവും ജലപ്രളയവും പറ്റി പറയുന്നു, നോഹയുടെ പിൽക്കാല ജീവിതവും തലമുറകളെ പറ്റിയും അതിനകത്ത് പറയുന്നുണ്ട്. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് പൂർവ്വപിതാക്കളെ പറ്റി പറയുന്നുണ്ട്. അത് 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം 26-ാം വാക്യം വരെ. ഓക്കെ, 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ എന്താണ്? അവിടെ പൂർവ്വപിതാക്കന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിനെ പറ്റിയും ഇസാഹാക്കിനെ പറ്റിയും യാക്കോബിനെ പറ്റിയും യോസേഫിനെ പറ്റിയൊക്കെ അവിടെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ 2ആയി തരംതിരിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഉൽപ്പത്തി പുസ്തകമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകം എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഇതിൻ്റെ സ്ഥിതി വിവരണങ്ങളാണ് ഇനി നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമാണ്. അതുപോലെ തന്നെ 50 അധ്യായങ്ങളുണ്ട്. 1515 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1385 ചരിത്രവാക്യങ്ങളും 149 ചോദ്യങ്ങളും 56 പ്രവചനങ്ങളും, അപ്പോൾ തന്നെ നിവൃത്തിയായ പ്രവചനങ്ങൾക്കുള്ള 123 വാക്യങ്ങൾ, അതുപോലെ നിവൃത്തിയാകാനുള്ള പ്രവചനങ്ങളുള്ള 23 വാക്യങ്ങൾ. ഏറ്റവും ചെറിയ അധ്യായം എന്ന് പറയുന്നത് 16-ാം അധ്യായമാണ്. ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്നത് 24-ാം അധ്യായം, അതുപോലെ 16-ാം അധ്യായമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉള്ളടക്കമാണ്. ഉള്ളടക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആരംഭങ്ങളുടെ പുസ്തകം ആണ് ഉൽപ്പത്തി എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പ്രപഞ്ചവും ഭൂമിയും അതിനെപ്പറ്റി പറയുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നു.
പാപത്തെ പറ്റി പറയുന്നു, വീണ്ടെടുപ്പിന്റെ വാഗ്ദത്തങ്ങളെ പറ്റി പറയുന്നു, കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്നു, മനുഷ്യനിർമ്മിത സംസ്കാരത്തെ പറ്റി പറയുന്നു, ലോക രാഷ്ട്രങ്ങളെ പറ്റി പറയുന്നു, എബ്രായ വംശം അതിനെപ്പറ്റി പറയുന്നു. എന്നിവയുടെ ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം പാപം ചെയ്ത് വീണുപോയ മനുഷ്യന് വീണ്ടെടുപ്പിന് പദ്ധതി പ്രഖ്യാപിക്കുന്നതും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനതയിലൂടെ ആ പദ്ധതി നടപ്പാക്കുന്നതുമാണ് നമുക്ക് ഉൽപ്പത്തിയുടെ പ്രധാന വിഷയമായിട്ട് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തുടക്കം മുതൽ ആദ്യ അധ്യായം മുതൽ അവസാനത്തെ 80ാമത്തെ അധ്യായം വരെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഓരോരോ കാര്യങ്ങളുടെ സൃഷ്ടിപ്പ് മുതൽ എല്ലാ കാര്യങ്ങളും എന്താണ് ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നു ഉൽപ്പത്തി പുസ്തകം. ഞാൻ എൻ്റെ കൂട്ടുകാരോട് വളരെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഇന്ന് തന്നെ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഇന്ന് തന്നെ ഒരു പ്ലാൻ, ഒരു ഷെഡ്യൂൾ ചെയ്യുക. എന്താണെന്ന് ചോദിച്ചാൽ 1-ാം അധ്യായം മുതൽ നിങ്ങൾ വളരെ മനസ്സിരുത്തി വായിക്കണം. ചുമ്മാ വായിച്ചു വിടുകയല്ല, മനസ്സിരുത്തി വായിക്കണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിഫ്ലക്ഷൻ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുകയും ചെയ്യണം. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലാണ് സകലമാന കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ദ ബേസിക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അടിത്തറ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ അതിനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെ ഞാൻ അതിനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഉൽപ്പത്തി പുസ്തകം മനസ്സിരുത്തി നിങ്ങൾ വായിക്കുക. ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് ആർക്ക് വേണ്ടി സൃഷ്ടിച്ചത് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചത്. ജീവജാലങ്ങളെ, ഈ നേച്ചർ മൊത്തത്തിൽ സൃഷ്ടിച്ച നമ്മുടെ ദൈവം. അപ്പം ആ യഹോവയുടെ സന്നിധിയിലാണ് നമ്മളിങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മൾ ഏത് കാര്യം നോക്കിയാലും എവ്രിതിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ജെനസിസിനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, ജെനസിസ് ഇസ് ഇൻഫോർമേറ്റീവ് ഇൻ ഇറ്റ്സ് കണ്ടന്റ്, ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് അറേഞ്ച്മെന്റ് ആൻഡ് ഇൻസ്പയറിംഗ് ഇൻ ഇറ്റ്സ് അപ്പീൽ. അപ്പോൾ ജെനസിസ് എന്ന് പറയുന്നത്, ഉൽപ്പത്തി എന്ന് പറയുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വിവരങ്ങൾ ലഭിക്കുന്ന ഒരു കണ്ടന്റാണ് ജെനസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. മൂന്നാമതായിട്ട് അതിൻ്റെ അപ്പീൽ, അതിൻ്റെ ഒരു വാക്യെടുത്താലും വളരെ ഇൻസ്പയറിംഗ് ആണ്. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദാനം അത് ഓരോന്നോരോന്നായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുക. കാരണം ദൈവമാണ് നമുക്കെല്ലാം തന്നിരിക്കുന്നത്. ലോകത്തിലുള്ളതെല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ചുരുക്കത്തിൽ ആണെങ്കിലും നമ്മൾ ഉൽപ്പത്തിയെപ്പറ്റി, ജെനസിസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഇടവന്നു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് അത് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ചിന്തിക്കുന്നു. ഒത്തിരി പുതിയ കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞു കാണും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ഡൗൺ ചെയ്യുക. അത് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഇതുവരെ ഞങ്ങളെ സഹായിച്ച അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടെ ഞങ്ങളുടെ ക്ലാസ്സിനെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. തിരുനാമം മഹത്വമെടുക്കണം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ ഗോഡ് ബ്ലെസ് യു കൂട്ടുകാരെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.